ലേവ്യർ 12-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവൾക്കു വേണ്ടി പാപപരിഹാരം ചെയ്യണം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും മറ്റേത് പാപപരിഹാര ബലിക്കും. ഓർമ്മിക്കുക, നമ്മുടെ കർത്താവ് യേശു മിശിഹായെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മദിനമാണിന്ന്. മോശയുടെ നിയമമനുസരിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനം കൂടിയാണ്. ക്രിസ്തുമസ് കഴിഞ്ഞ് 40-ാം ദിനമാണ് ശുദ്ധീകരണത്തിനും കടിഞ്ഞൂൽ പുത്രനെ കാഴ്ച സമർപ്പിക്കുന്നതിനുമായി കന്യകാമറിയം ജെറുസലേം ദേവാലയത്തിലെത്തിയത്. മോശയുടെ നിയമം പരിപൂർണമായും മറിയവും യൗസേപ്പും അനുസരിച്ചു. ദരിദ്രരുടെ കാഴ്ചയാണ് അവർ സമർപ്പിച്ചത്. 5 ഷെക്കൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു. ശുദ്ധീകരണം നടത്തിയ പുരോഹിതൻ വൃദ്ധനായ ശിമെയോനാണ്. രക്ഷകനെ കണ്ടിട്ടേ താൻ മരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം തന്റെ ആശയും പ്രത്യാശയുമായ ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ശിമെയോന്റെ ആനന്ദം അതിന്റെ ഉച്ചിയിലെത്തി. അദ്ദേഹം ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചു: കർത്താവെ, അങ്ങേ വാഗ്ദാനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. എന്തെന്നാൽ എല്ലാ ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും അങ്ങേ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണ്. ശിമെയോൻ അവരെ ആശീർവദിച്ച ശേഷം മറിയത്തോട് പറഞ്ഞു: ഇതാ, ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ അധപതനത്തിനും അനേകരുടെ ഉന്നമനത്തിനും നിയുക്തമായിരിക്കുന്നു. അനേകർക്ക് എതിർപ്പിനുള്ള അടയാളമായിരിക്കും. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുകയും ചെയ്യും. ദൈവപുത്രനായിരുന്നിട്ടും മോശയുടെ നിയമത്തിൽ നിന്നും വ്യതിചലിക്കാതെ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും കാട്ടിയ അനുസരണയും എളിമയും നമുക്കും മാതൃകയാക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അൾത്താരയിൽ തെളിയുന്ന ദീപമേ, നിറയേണമേ, എന്നിൽ ചൊരിയേണമേ സ്നേഹം. കാവൽ വിളക്കായ ദൈവമേ, പരിശുദ്ധമാക്കിടാം പാവനരൂപനെ കൃപതൂകളേ. ഒന്നായി അണിചേരാം വഴിവേദിയിൽ, അണയാം ഒന്നായി ചേരാം, പാടാം ഒരു നവഗാനം. പങ്കില മാനസം പരിശുദ്ധമാക്കിടാം പാവനരൂപനെ കൃപതൂകളേ. ഒന്നായി അണിചേരാം വഴിവേദിയിൽ. അൾത്താരയിൽ തെളിയുന്ന ദീപമേ, നിറയേണമേ, എന്നിൽ ചൊരിയേണമേ സ്നേഹം. കാവൽ വിളക്കായ ദൈവമേ,
ചിന്തിയ രക്തവും ചാട്ടവാറേറ്റു മുറിഞ്ഞ നിന്നേനിയും കാൽവരി ക്രൂശിലെ യാഗമതിൽ രക്ഷ പകർന്നു നീ മാനവർക്കായി. ഈ ബലിയിൽ ഞാൻ കാണുന്നു നാഥ സ്നേഹമൊഴുകും നിൻ ക്രൂശിത രൂപം. അതിപൂജിതം നീ യാഗാർപ്പണം, പരമോന്നതം നീ ബലിയർപ്പണം. അണയാം ഒന്നായി ചേരാം, പാടാം ഒരു നവഗാനം. പങ്കിന മാനസം പരിശുദ്ധമാക്കിടാം. പാവന രൂപനി കൃപ തൂകണേ, ഒന്നായി അണിചേരാം ബലിവേദിയിൽ. അൾത്താരയിൽ തെളിയുന്ന ദീപമേ, നിറയണമേ എന്നിൽ ചൊരിയണമേ സ്നേഹം, കാവൽ വിളക്കായ ദൈവമേ. ജീവിതഭാരങ്ങൾ ഏറുന്ന വേളയിൽ നിൻ തോളു നൽകണേ ജീവന്റെ നാഥനെ. നീ എനിക്കേകിയ നന്മയെല്ലാം ഓർത്തു ഞാൻ നന്ദിതൻ കാഴ്ചയേകാം. എന്നെടുവീർപ്പുകൾ ഈ നിമിഷം ഞാൻ നിൻ പാദതാരിൽ അർപ്പണം ചെയ്യാം. അതിപൂജിതം നീ യാഗാർപ്പണം, പരമോന്നതം നീ ബലിയർപ്പണം. അണയാം ഒന്നായി ചേരാം, പാടാം ഒരു നവഗാനം. പങ്കിന മാനസം പരിശുദ്ധമാക്കിടാം. പാവന രൂപനി കൃപ തൂകണേ, ഒന്നായി അണിചേരാം ബലിവേദിയിൽ. അൾത്താരയിൽ തെളിയുന്ന ദീപമേ, നിറയണമേ എന്നിൽ ചൊരിയണമേ സ്നേഹം, കാവൽ വിളക്കായ ദൈവമേ.